യെസ്, നന്ദഗോപൻ തുടരുക. ദേശീയ തലത്ത് നിന്ന് മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണന് പിന്തുണ തേടി BJP നേതാക്കൾ പ്രതിപക്ഷ നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. ഉപരാഷ്ട്രപതി പദത്തിലേക്ക് മത്സരം ഒഴിവാക്കിക്കൊണ്ട് സമവായത്തിലൂടെ കാര്യങ്ങൾ നീക്കാനാണ് BJPയും NDAയും ആഗ്രഹിക്കുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അറിയിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നുണ്ട്. നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. നന്ദൻ, എന്തായാലും നിർണായകമായ ചില യോഗങ്ങൾ, കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ആരാകും എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി CP രാധാകൃഷ്ണന് പിന്തുണ തേടിക്കൊണ്ട് BJP നേതാക്കൾ പ്രതിപക്ഷ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഉപരാഷ്ട്രപതി പദത്തിലേക്ക് മത്സരം ഒഴിവാക്കിക്കൊണ്ട് സമവായത്തിലൂടെ കാര്യങ്ങൾ നീക്കാനാണ് BJPയും NDAയും ആഗ്രഹിക്കുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് നിലവിലെ സാഹചര്യം? നന്ദൻ, കേൾക്കാമെങ്കിൽ എന്താണ് നിലവിലെ സാഹചര്യം, നിലവിലെ കൂടിക്കാഴ്ചകൾ, ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം എങ്ങനെയൊക്കെയാണ് അത് നടക്കുന്നത്? മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണനെ ഇന്നലെ BJPയുടെ പാർലമെൻ്ററി ബോർഡ് യോഗത്തിന് ശേഷമാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് ഒരു മത്സരം ഒഴിവാക്കിക്കൊണ്ട് ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിപക്ഷ നേതാക്കളെ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തുമെന്ന് ഇതിനോടകം തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് എന്ന ഘട്ടത്തിലേക്ക് എത്തിയാൽ പോലും അനായാസേന വിജയമാകും CP രാധാകൃഷ്ണനുള്ളത്. കാര്യം, നമുക്ക് ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പർമാരുടെ വോട്ടിംഗ് പവറുള്ള മെമ്പർമാർക്കാണ് ഉപാധ്യക്ഷനെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. ആ അവകാശം വിനിയോഗിക്കുമ്പോൾ ഏതാണ്ട് 129 അംഗങ്ങൾ രാജ്യസഭയിൽ BJPക്ക് NDAയ്ക്ക് പിന്തുണ നൽകാനുണ്ട്. 293 അംഗങ്ങൾ ലോക്സഭയിലുമുണ്ട്. അങ്ങനെ 422 അംഗങ്ങളുടെ പിന്തുണ സ്വാഭാവികമായും CP രാധാകൃഷ്ണൻ ലഭിക്കും. 394 വോട്ടുകൾ മാത്രം മതി ഈ മാർജിൻ, അതായത് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് ഈസിയായി ജയിച്ചു കയറാൻ വേണ്ടി. അത് ഏതാണ്ട് 28 വോട്ടുകൾ അധികമായി CP രാധാകൃഷ്ണൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഘട്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CP രാധാകൃഷ്ണന് അനായാസേന വിജയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യ യോഗം മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മത്സരം വേണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് എന്നുള്ളതാണ് ലഭ്യമായ സൂചനകൾ. അതായത് സർക്കാരുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കുമില്ല. മാത്രമല്ല, ഈ മത്സരം എന്നുള്ളത് അത് ജനങ്ങളിലേക്ക് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി വരുത്തി തീർക്കുവാൻ വേണ്ടി ഉപകരിക്കുമെന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിക്ക് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി വേണം എന്നുള്ള നിലപാടിൽ തന്നെ ഇന്ത്യ സഖ്യമുണ്ട്. ഇന്നിപ്പോൾ ഈ യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ യോഗത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ആരെ എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ BJPയുടെ നിലപാട് വളരെ വ്യക്തമാണ്. മത്സരം ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. മത്സരിക്കേണ്ട സാഹചര്യം വന്നാൽ സ്വാഭാവികമായും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CP രാധാകൃഷ്ണൻ ഈസിയായി അനായാസേന ജയിച്ചു കയറാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ NDAയുടെ സഖ്യകക്ഷി നേതാക്കളുമായി ചന്ദ്രബാബു നായിഡുമായും നിതീഷ് കുമാറുമായും ഒക്കെ തന്നെ BJP നേതൃത്വം നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകണമെന്ന് നിശ്ചയിക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രിയെ ചുമതലപ്പെടുത്തിയതും. കഴിഞ്ഞ ദിവസം 11 അംഗ പാർലമെൻ്ററി ബോർഡ് യോഗം കൂടിയ ശേഷം CP രാധാകൃഷ്ണൻ്റെ പേര് പ്രഖ്യാപിക്കുകയുമായിരുന്നു. വിഷ്ണു.